ഈ ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എ ഈക്വൽ ടു 0.8, പി ഓഫ് ബി ഈക്വൽ ടു 0.5, പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു 0.4, ഫൈൻഡ്. ഇതെങ്ങനെ ചെയ്യും? ഇവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് പി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുണ്ടല്ലേ, കണ്ടോ? കണ്ടീഷണൽ പ്രോബിലിറ്റി തന്നിട്ടുണ്ട്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പി ഓഫ് ബി ഗിവൺ എയുടെ ഫോർമുല അറിയാമോ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ ആണ്. താഴെ എ ആയതുകൊണ്ട് അത് തന്നെയാണ് ഡിനോമിനേറ്ററിലും വരുന്നത്. ഇതറിയാലോ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ ഇങ്ങനെ. അപ്പോൾ വി ഗെറ്റ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ എന്ന് വരും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് ബി ഗിവൺ എ എത്രയാ? 0.4. പി ഓഫ് എ എന്താ? പി ഓഫ് എ 0.8. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.32 കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, പി ഓഫ് എ ഗിവൺ ബി ആണ് കാണേണ്ടത്. ഫോർമുല അറിയാമോ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. താഴെ ബി ആണ്, അത് തന്നെ ഡിനോമിനേറ്ററിൽ വരണം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ട് നമുക്ക് കിട്ടിയിരുന്നല്ലോ 0.32 ഡിവൈഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.5 ആണ്. എത്ര വരും? 0.32 ഡിവൈഡ് ബൈ 0.5. 0.32 ഡിവൈഡഡ് ബൈ 0.5 ചെയ്ത് കഴിഞ്ഞാൽ 0.64 അല്ലേ? 0.64. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, അത് ശ്രദ്ധിക്കണം, പി ഓഫ് എ യൂണിയൻ ബി ആണ്. എ ഓർ ബി എന്ന് വേണമെങ്കിൽ വായിക്കാം അതിനാ. ഇപ്പോൾ രണ്ടുപേര് എക്സാം എഴുതുമ്പോൾ എ ഓർ ബി എക്സാം പാസ്സാവാനുള്ള ചാൻസ് അങ്ങനെയൊക്കെ പറയാമല്ലോ. ആ രീതിയിൽ എടുത്താൽ മതി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ഓർ ബി, അതായത് എ മാത്രം ഒക്കർ ചെയ്യുന്ന കേസ് അതിലുണ്ട്, ബി മാത്രം ഒക്കർ ചെയ്യുന്ന കേസ് അതിലുണ്ട്, എയും ബിയും ഒരുമിച്ച് ഒക്കർ ചെയ്യുന്ന കേസും അതിലുണ്ട്. അതാണ് ഓർ. ഇതിൻ്റെ ഫോർമുല 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. 11th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുള്ളതാണ് ഈ ഫോർമുല. ഓർമ്മയില്ലെങ്കിൽ അതൊന്ന് ബോക്സിലുള്ളിലിട്ടേക്ക് ബൈ ഹാർട്ടാക്കി വെച്ചോ. പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? പി ഓഫ് എ 0.8. പി ഓഫ് ബി എത്രയാണ്? 0.5. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വേണോ അല്ലേ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു 0.32. ഇതെത്ര വരണേന്ന് ഞാൻ നോക്കട്ടെ. 0.8 പ്ലസ് 0.5 മൈനസ് 0.32 ചെയ്ത് കഴിഞ്ഞാൽ 0.98 ആണ് ആൻസർ വരുന്നത്.